ഹലോ ബോസ്, ഇന്ന് 6th March. അപ്പൊ ഇന്നത്തെ പെർഫോമൻസ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നിഫ്റ്റിയുടെ പെർഫോമൻസ് ആണ്. നിഫ്റ്റി നമുക്ക് രണ്ട് സിഗ്നൽസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇപ്പൊ ടൈം എന്ന് പറയുമ്പോഴത്തേക്കും 3 മണിയാണ് എടുക്കുന്നത്. നമുക്ക് രാവിലെ വന്നൊരു സെൽ എൻട്രി ആയിരുന്നു, പക്ഷെ അത് കൺഫർമേഷൻ ഇല്ലായിരുന്നു. നമുക്ക് സൈഡ് വേ എൻട്രി ആയിരുന്നു കേട്ടോ. അതിനുശേഷം 12:30യോടെയാണ് നമുക്കൊരു ബൈ എൻട്രി വന്നത്. അതിപ്പോഴും കണ്ടിന്യൂ ആണ്. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും 215 പോയിന്റുകൾ മാർക്കറ്റ് കയറിയിട്ടുണ്ട്. ഇവിടെ കറക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് നിഫ്റ്റി ബൈ അറ്റ് 22,700. അതായത് സോഫ്റ്റ് ഇവിടെ കാണിച്ചു വന്നു ബൈ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം കോൾ സൈഡ് ആണ് നമ്മുടെ എൻട്രി വരുന്നത്. ഇവിടെ ഒരു റേറ്റ് ഉണ്ട് 22,700. അതായത് ഈ ലെവലിൽ നിന്നപ്പോഴത്തേക്കാണ് നിഫ്റ്റി ബൈയിലോട്ട് വന്നത്. അപ്പൊ നമ്മൾ ഈ ലെവൽ അനുസരിച്ച് സ്ട്രൈക്ക് എടുക്കാൻ നിർത്താം. അപ്പം ഇവിടെ നമുക്ക് കറക്റ്റ് ആയിട്ട് സ്ട്രൈക്ക് സെലക്ഷൻ കണ്ടെത്താൻ സാധിക്കും. 22,700 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു അഡ്ഡമണി ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് 22,700 തന്നെ അഡ്ഡമണി എടുക്കാം. ഇൻഡമണി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു 100-200 പോയിന്റ് താഴെ എടുക്കാം. അതായത് 600-500 ഒക്കെ നിങ്ങൾക്ക് എടുക്കാം. അതിൽ ഔട്ട് ഓഫ് ദ മണി ആണെങ്കിൽ പ്രൈസിന് മേലോട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ നിന്ന് കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കോൾ സൈഡ് ആണ് നമ്മൾ എൻട്രി വരുന്നത്. അതുപോലെ ഏത് സ്ട്രൈക്ക് എന്നുള്ള വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഓപ്ഷൻ ചാർട്ട് എടുക്കണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് സോഫ്റ്റിൽ ഓപ്ഷൻ ചാർട്ട് ഇതുപോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. NFWW എന്ന് വെച്ചാൽ വീക്ക്ലി, C എന്ന് വെച്ചാൽ കോൾ ഓപ്ഷൻ, താഴത്ത് PE സ്റ്റാർട്ട് ചെയ്യാം. ഏത് വേണമെങ്കിൽ സെപ്പറേറ്റ് എടുക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ എടുക്കുമ്പോൾ ഇതുപോലെ നോക്കി വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് നിഫ്റ്റിനെ നോക്കിയിട്ടാണെങ്കിൽ നിഫ്റ്റിയുടെ ചാർട്ട് നോക്കിയെടുക്കാം. ബൈ വന്ന് നമുക്ക് താഴത്തെ രണ്ട് കൺഫർമേഷൻ വന്നപ്പോൾ താഴത്തെ ബാറ് ഗ്രീനും പ്രൈസ് ബൈസും രണ്ട് കൺഫർമേഷൻ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ട്രേഡ് എടുക്കാം. കൺഫേം എൻട്രി ആണെങ്കിൽ ഒരു 80-90% ആക്യുറേറ്റ് തന്നെയാണ് കേട്ടോ. മാർക്കറ്റ് ഇപ്പൊ നോക്കിയാൽ റെസിസ്റ്റൻസ് വന്നിരിക്കുകയാണ്. ബ്രേക്ക് ആണെങ്കിൽ ഇനിയും മാർക്കറ്റ് കയറി പോകും.